സൺഡേ ശാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ജൂൺ 21 ഇറാനെ ബോംബ് ചെയ്യാനായി വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് മസൂറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന B-2 സ്റ്റെൽത്ത് ബോംബേഴ്സിൽ 6 ഇതുവരെ തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എത്തുന്ന ഒരു വാർത്ത. അന്ന് ഗാർഡിയൻ ന്യൂസ് പേപ്പറിലാണ് ആദ്യം സ്റ്റെൽത്ത് ബോംബേഴ്സ് പസഫിക്കിന്റെ മുകളിലൂടെ ഗ്വാം ദ്വീപ് ലക്ഷ്യമാക്കി പറക്കുന്നു എന്ന വാർത്ത വരുന്നത്. വാസ്തവത്തിൽ ഈ ഗാർഡിയൻ ന്യൂസ് പേപ്പർ ആന്റി അമേരിക്കൻ ന്യൂസുകളാണ് പൊതുവെ കൊടുക്കുക. ഒരു ലെഫ്റ്റ് സൈഡ് പേപ്പറാണ്. ആ പേപ്പറിൽ എന്തുകൊണ്ട് ആ വാർത്ത വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും ആദ്യം ഒരു ഏകദേശം ഒരു 9 o'clock കൂടിയിട്ടാണ് ഈ ന്യൂസ് ഗാർഡിയനിൽ വരുന്നത്. അതിനുശേഷമാണ് റോയിറ്റേഴ്സിലടക്കമുള്ള മറ്റ് പത്രങ്ങളിലും ടൈംസിലും ഒക്കെ ഈ ന്യൂസ് വരുന്നത് അതിനുശേഷമാണ്. അപ്പം 6 B-2 ബോംബേഴ്സ് വെസ്റ്റ്വേർഡ്സ് ഈ മൊസൂറി സ്റ്റേറ്റിൽ നിന്ന് പറന്നുയർന്ന് പടിഞ്ഞാറോട്ട് പറന്ന് പസഫിക്കിന്റെ മുകളിലൂടെ ഗ്വാം ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നായിരുന്നു ആദ്യത്തെ വാർത്ത. ഇത് വാസ്തവത്തിൽ ഇറാനെ വഴിതെറ്റിക്കാൻ വേണ്ടി കൊടുത്തൊരു വാർത്തയാണ്. 6 വിമാനങ്ങൾ അവിടുന്ന് പറന്നുയർന്ന് ആ ഒരു സെറ്റ് ഓഫ് വിമാനങ്ങൾ പസഫിക്കിന്റെ മുകളിലേക്ക് പോയി. ഇനി അതുകൂടാതെ വാസ്തവത്തിൽ 7 വിമാനങ്ങൾ വേറെ പറന്നുയർന്നിരുന്നു. ആ 7 വിമാനങ്ങൾ ഈസ്റ്റ് വേർഡ്സ് കിഴക്കോട്ട് പറന്ന് അറ്റ്ലാന്റിക്കിന്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് ഇറാനിലെത്തി ബോംബ് ചെയ്ത് ആ വിമാനങ്ങൾ തിരിച്ച് പസഫിക്കിന്റെ മുകളിലൂടെ തന്നെ തിരിച്ച് മസൂറിയിൽ വന്നിട്ട് ലാൻഡ് ചെയ്തു. അത് 37 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 6 വിമാനങ്ങൾ പടിഞ്ഞാറോട്ട് പോയത് എങ്ങോട്ട് പോയി? ഈ വിമാനങ്ങൾ തിരിച്ച് മസൂറിലേക്ക് വന്നതായി വിവരമില്ല. അപ്പൊ ഇതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനായി വരുന്നത്. ആ വിമാനങ്ങൾ എവിടെയുണ്ട്? അത് ഗ്വാമിലുണ്ടോ അല്ലെങ്കിൽ ഹവായിലാണോ? അല്ല, ധാരാളം എയർബേസുകളുണ്ട് US പസഫിക്കില്. അപ്പം ഇതിൽ ഏത് എയർബേസിലാണ്? ജപ്പാനിലാണോ? എവിടെയാണ് ഈ 6 B-2 ബോംബേഴ്സ് ഇപ്പോൾ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ്. ഈ 6 സ്റ്റെൽത്ത് ബോംബേഴ്സ് പസഫിക്കിലൂടെ പറഞ്ഞിട്ടാണെങ്കിലും ഇറാന്റെ സമീപത്ത് എവിടെയെങ്കിലും ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? ഇറാനിൽ വീണ്ടും ഒരു ബോംബിങ്ങിന് പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഊഹാപോഹങ്ങളിലൂടെ പതുക്കെ ഇവോൾവ് ചെയ്തു വരുന്ന ഗോസിപ്പുകൾ. അപ്പൊ ഈ ഒരു സംഗതി ഇന്ന് പല ന്യൂസ് പേപ്പറുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വേറൊരു സംഗതി, ജൂലൈ 7 നെതന്യാഹു US വിസിറ്റ് ചെയ്യുന്നു, വാഷിംഗ്ടണിൽ എത്തുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഹമാസുമായി ഒരു ധാരണയിലെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈജിപ്ത്, ഖത്തറും. ഹമാസ് ഇതുവരെ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പം നെതന്യാഹു US ഉള്ള സമയത്ത് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ താല്പര്യം. ഇന്ന് രാത്രി ഈ സാറ്റർഡേ നൈറ്റില് ഇവരുടെ നെതന്യാഹുവിന്റെ മിനിസ്ട്രി കൂടുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള സ്റ്റേറ്റിന്റെ ഔദ്യോഗിക അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ അതിനിടയിലൂടെ ഹമാസിന്റെ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ഹമാസിന്റെ റെസ്പോൺസ് ലഭിക്കുവാൻ വേണ്ടി ഇവർ തീവ്രമായി ശ്രമിച്ചു. അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് 60 ദിവസത്തെ സീസ് ഫയർ അവർക്ക് തീർത്തും താല്പര്യമില്ലാത്തൊരു സംഗതിയാണ്. അവരെ സംബന്ധിച്ച് പെർമനന്റ് സീസ് ഫയർ ആണ് ആവശ്യം. അപ്പൊ ഒരു പെർമനന്റ് സീസ് ഫയർ എന്നുള്ളത് ഇസ്രായേൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പൊ ഹമാസിന് ആവശ്യമുള്ളത് US-ന്റെ കയ്യിൽ നിന്ന് ഒരു അഷ്വറൻസ് ആണ്. ഈ 60 days സീസ് ഫയർ അതൊരു പെർമനന്റ് സീസ് ഫയറിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർമനന്റ് സീസ് ഫയർ ആയി മാറ്റിയെടുക്കുവാൻ US-ന് സാധിക്കും എന്നുള്ള ഒരു അഷ്വറൻസ് US-ന്റെ ഭാഗത്ത് ലഭിക്കണം എന്നുള്ളതാണ് ഹമാസ് മീഡിയേറ്റേഴ്സിനെ അറിയിച്ചിട്ടുള്ള കാര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 60 day സീസ് ഫയറിൽ അവര് 10 ലിവിംഗ് ഹോസ്റ്റേജസിനെയും 20 കടവേഴ്സും 20 ഡെഡ് ബോഡികളും കൈമാറ്റം ചെയ്യാമെന്നാണ് അവർ സമ്മതിക്കുന്നത്. എങ്കിൽ പോലും വീണ്ടും 10 ലിവിംഗ് ഹോസ്റ്റേജസ് കൂടി ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. മൊത്തം 20 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ജീവനോടെ ഉണ്ട്. അതിൽ 10 പേരെയാണ് ഇവര് 60 days കൊടുക്കാമെന്ന് പറയുന്നത്. ബാക്കി 10 അവർ കയ്യിൽ വയ്ക്കും. കാരണം അവരുടെയിലുള്ള ആകെ തുരുപ്പ് ചീട്ടെന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. അപ്പൊ ഈ 10 പേരെയും പിന്നെയുള്ള 10 ഡെഡ് ബോഡികൾ, ഇപ്പൊ 50 പേരാണ് ഇപ്പൊ അവരുടെ ഉള്ളത്. ബാക്കിയുള്ള ആളുകളുടെ ഡെഡ് ബോഡികൾ ഈ ഇറാൻ വാറിന്റെ ഇടയിലൂടെ പല ഡെഡ് ബോഡികളും അവർക്ക് ഇസ്രായേലിന് ഈ ഗാസയിൽ നിന്ന് റീകവർ ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പൊ ഇറാൻ വാറിന്റെ ആ ന്യൂസിന്റെ ഇടയിലൂടെ അത് മുങ്ങിപ്പോയതാണ്. 59 പേരുണ്ടായതിൽ ഏകദേശം 9 പേരുടെ ഡെഡ് ബോഡികൾ ഇവർക്ക് ആ സമയത്ത് റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പൊ എങ്കിലും 20 പേരെങ്കിലും ജീവനോടെ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഒരു കണക്ക്. അപ്പൊ അതില് 60 പേരെ 10 പേരെ ലിവിംഗ്, 20 ഡെഡ് ബോഡീസ്, അതങ്ങനെ ഖണ്ഡശായിട്ട് 2 പേര് 3 പേര് അങ്ങനെ കുറേശ്ശെയായിട്ട് കൊടുക്കാമെന്നാണ് ഹമാസ് ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നത്. കൃത്യമായ തീരുമാനം അറിയിച്ചിട്ടില്ല, ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കേണ്ടതുണ്ട്.
പിന്നെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ പക്ഷത്തുള്ള കടുംപിടുത്തം ഇപ്പൊ കുറെ അയഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട റീസൺ അവര് കുറച്ചും കൂടി ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ നിലത്ത് നിൽക്കാമെന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്. ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയതോടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ വർദ്ധിച്ചു. വാസ്തവത്തിൽ അവർ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ഇപ്പൊ ഹമാസിനോട് യുദ്ധം ചെയ്യുമ്പോഴും അവരുടെ യുദ്ധം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹമാസ് ഏറ്റവും വലിയ ആക്രമണം കാണിച്ച നീറോസ് എന്ന് പറയുന്ന സ്ഥലം. നിറോസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, NIROZ, നിറോസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ഇസ്രായേലില് കിബുട്സ് എന്ന് പറയുന്ന കർഷക സമൂഹങ്ങളുണ്ട്. ഇപ്പൊ അത് ഇസ്രായേലിലെ ഒരു സംസ്കാരമാണ്. ഇസ്രായേൽ അവിടെ ഫോം ചെയ്ത കാലം മുതൽ, അല്ലെങ്കിൽ 1900 പിന്നെ ജൂതന്മാര് ഇസ്രായേലിലേക്ക് ഈ പാലസ്തീന പ്രദേശത്തേക്ക് കുടിയേറുന്ന സമയത്ത് തന്നെ അവര് ഭൂമി വാങ്ങി താമസിച്ചപ്പം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരു 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 പ്രദേശം മുഴുവൻ വലിയൊരു സമൂഹം വാങ്ങിയെടുക്കുക, എന്നിട്ട് സമൂഹം അത് ഷെയർ ചെയ്യുക. ആ സ്ഥലമല്ല സമൂഹത്തിന്റെ മൊത്തമായിരിക്കും. അതിനകത്ത് ചെറിയ ചെറിയ കുടിലുകൾ വെച്ച് ആളുകൾ താമസിക്കുന്നു. എന്നിട്ട് ഈ ഭൂമിയിൽ എല്ലാവരും കൂടി കൃഷി ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായം എല്ലാവരും കൂടി വീതിച്ചെടുക്കുന്നു. ആ ഒരു സംസ്കാരം ഇപ്പോഴും ഇസ്രായേലിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള കർഷക സമൂഹങ്ങളുടെ പേര് കിബുട്സ് എന്നാണ്. അങ്ങനത്തെ ഒരു കിബുട്സ് ആണ് നീറോസ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. ഏകദേശം 400 വീടുകളാണ് ഉണ്ടായിരുന്നത്, സെപ്പറേറ്റ് വീടുകളാണ്, അടുത്തടുത്തുള്ള 400 ലൈഫ് ഹൗസ് പോലെയാണ്. എന്നിട്ട് ആ പ്രദേശത്ത് അവരെല്ലാവരും കൂടി കൃഷി ചെയ്യും. അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ അഡ്വാൻസ്ഡ് സൊസൈറ്റിയാണ്. കൃഷിക്കാര് എന്നതുകൊണ്ട് നമ്മൾ നിരക്ഷരകുഷികളാണെന്ന് വിചാരിച്ചത്. വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യര്, അവർക്ക് ഭൂമിയോട് താല്പര്യമുള്ളത് കൊണ്ട് അവർ കൃഷി ചെയ്യുന്നു, വളരെ സയന്റിഫിക് ആയിട്ട് കൃഷി ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ഗ്രാമം വാസ്തവത്തിൽ ഗാസയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അന്ന് ഈ നിറോസ് ഗ്രാമത്തിലേക്ക് ജോലിക്ക് വരുന്ന പാലസ്തീനികൾ തുറന്നിട്ട വഴികളിലൂടെയാണ്. അവരുടെ അടുത്ത് പണിക്ക് വരുന്ന പാലസ്തീനികളുണ്ട്. ഡെയിലി പണിക്ക് വന്നിട്ട് തിരിച്ച് ഗാസയിലേക്ക് പോകുന്നുണ്ട്. ഗാസയിൽ നിന്ന് പണിക്ക് വരും, വൈകുന്നേരം തിരിച്ച് ഗാസയിലേക്ക് പോകും. അപ്പൊ അവർക്ക് കുറെ കാലമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഈ വരവും പോക്കും, ഈ ഇസ്രായേലിന്റെ അതിർത്തിവേലി കടന്നുള്ള വരവും പോക്കും അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് ഇവർ മുതലാക്കിയത്. അങ്ങനെ ഈ ജോലിക്ക് വരുന്ന ആളുകൾ തുറന്നിട്ട വഴികളിലൂടെയാണ് ഹമാസിന്റെ ഭീകര പ്രവർത്തകർ ഉള്ളിലേക്ക് വരികയും ഈ ജോലിക്കാർ തന്നെ തുറന്നിട്ട വാതിലുകളിലൂടെ വീടുകളിൽ പ്രവേശിക്കുകയും ഇവര് അവിടെ വലിയ അക്രമം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 400 വീടുകളിൽ ഒരു വീട്ടിൽ പോലും ആക്രമണം നടക്കാത്തില്ല, എല്ലാ വീടുകളിലും ആക്രമണം നടന്നു. അപ്പൊ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട പ്രദേശം ഈ നിറോസ് എന്ന് പറയുന്ന ഈ കിബുട്സ് ആണ്, ഈ ഗ്രാമമാണ്. അപ്പൊ അവിടെ എല്ലാ വീട്ടിലും മരണം സംഭവിച്ചിട്ടുണ്ട്, എല്ലാ വീട്ടിലും ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ വീട്ടിലും റേപ്പ് പോലത്തെ എല്ലാ വൃത്തികേടുകളും നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമൂഹം ഏറ്റവും അധികം വേദനിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അവരെ ഇതുവരെ നെതന്യാഹു ആ ഗ്രാമം ഇതുവരെ സന്ദർശിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയായിട്ട് അദ്ദേഹം അതിനെ കാണുന്നു. ആ സമൂഹമാണെങ്കിൽ പ്രധാനമന്ത്രിയെ കാണണം എന്ന് എപ്പോഴും ആവശ്യപ്പെടുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവരുടെ മുൻപിൽ മുഖം കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ള സങ്കടം, ഗ്രഡ്ജ്, വിരോധം, വൈരാഗ്യം എത്ര വലുതാണെന്ന് ആലോചിക്കണം. നെതന്യാഹുവിന്റെ മനസ്സിലുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി പാലസ്തീനിയുടെ ഭാഗത്തുണ്ടായതിന്റെ പേരാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവുന്നത്. ഇന്ന് 637 ജൂലൈ 4 ആ യുദ്ധം തുടങ്ങി 633 ദിവസമാണ് നെതന്യാഹു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സ്ഥലത്ത് പോകുന്നത്. ഇറാനെ തോൽപ്പിച്ച ശേഷം ആ ഒരു കോൺഫിഡൻസും അതോടെ ഇറാന്റെ കൈകളായിട്ടുള്ള ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അടങ്ങി എന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസിന്റെ ബലത്തിൽ അദ്ദേഹം നിറോസ് എന്ന് പറയുന്ന ഈ ഗ്രാമം സന്ദർശിച്ചു. വളരെ ഷാർപ്പായിട്ടുള്ള റിയാക്ഷൻസ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം തല കുനിച്ച് കൈകൂപ്പി അവരുടെ മുഴുവൻ സങ്കടത്തെയും അവരുടെ മനസ്സിന്റെ പ്രഷറിനെയും അത് വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വളരെ ക്ഷമയോടെ കേട്ടു. അവരോട് ക്ഷമയാചിച്ചു, അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഗാസയിലെ 57,000 ആളുകൾ ഇതുവരെ ഇതിന്റെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുണ്ടായി. അപ്പൊ ഇത്തരം വേദനകൾ ഇസ്രായേൽ സൊസൈറ്റി ഇൻഫ്ലിക്റ്റ് ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഗാസയിൽ സംഭവിച്ചത്. ഈ മരിച്ച 57,000 ആളുകളിൽ 40,000 ആളുകളെങ്കിലും ഹമാസിന്റെ പ്രവർത്തകരാണ്. ബാക്കിയുള്ളവര് ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിച്ച സ്ത്രീകളും കുട്ടികളുമാണ്. പുരുഷന്മാരായിട്ട് മരിച്ചവർ മുഴുവൻ ഹമാസിന്റെ പ്രവർത്തകരാണ്. അവരെ രക്ഷിക്കുവാൻ വേണ്ടി അവരുടെ ചുറ്റും വിലയില്ലാത്തവരെന്ന് അവർ തന്നെ നിശ്ചയിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും അവർ ഷീൽഡായി ഉപയോഗിക്കുന്നതാണ്. ആ ഷീൽഡിൽപ്പെട്ട ആളുകളാണ് മരിച്ചുപോയതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവർക്കറിയാം അവരുടെ തല പോയി, ഇറാൻ പോയി, അതുകൊണ്ട് ഇനി അവർക്ക് പിടിച്ചു നിൽക്കാനൊന്നാവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അവര് സൗദി അറേബ്യയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യയോട് അവർ കൊടുക്കുന്ന ഒരു ഉറപ്പ് അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. അവർ ആയുധ കടത്ത് നിർത്താം, ആയുധ നിർമ്മാണം നിർത്താം. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അവർ ഇസ്രായേലിന് നൽകുകയില്ല,
ഒരു മൂന്നാം കക്ഷിക്ക്, അവർക്ക് ഉറപ്പുള്ള ഒരു മൂന്നാം കക്ഷിക്ക് ആയുധങ്ങൾ കൈമാറാൻ അവർ തയ്യാറാണെന്ന് അവർ തന്നെ പറയുന്നു. കൂടാതെ അവരുടെ തലപ്പത്തുള്ള നേതാക്കന്മാര് ആരും തന്നെ ഗാസയിൽ താമസിയാതെ ഒരു എക്സൈൽ രാജ്യത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. സാധാരണ പ്രവർത്തകരല്ല, അവരുടെ നേതാക്കന്മാരാരും ഗാസയിൽ ജീവിക്കാതെ പുറത്തു പോകണം. അപ്പോൾ അവരുടെ ഒരു ഡിമാൻഡ് ഉള്ളത് ഇനി വരുന്ന ഗാസ ഭരണത്തിൽ അവർക്കൊരു പങ്ക് കിട്ടണമെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഗവൺമെന്റിൽ അവർക്ക് പങ്ക് വേണമെന്നില്ല, പക്ഷെ ലോ ആൻഡ് ഓർഡർ നോക്കാനുള്ള ഒരു അധികാരം അവർക്ക് ലഭിക്കണമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ അവിടെ ക്ലാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാനുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ അവർ പിന്തള്ളപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് അവർക്കുള്ളത്. അപ്പൊ അവർക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല, ആ അറബ് സൊസൈറ്റിയിൽ അവരുടെ മേൽക്കൈ നിലനിർത്തുകയും അങ്ങനെ അവര് ഏതൊക്കെ ക്ലാനുകളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ആ ക്ലാനുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇതിന്റെ ലോ ആൻഡ് ഓർഡർ പരിരക്ഷിക്കുവാൻ തങ്ങളെ അനുവദിക്കണം എന്ന നിലയിലുള്ള ഒരു ഡിമാൻഡാണ് ഇവർ വെക്കുന്നത് എന്നാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ്. ഇതൊന്നും കൃത്യമായ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നുമല്ല, ഇത് വാർത്താ ഏജൻസിന് കളക്ട് ചെയ്യുന്ന ന്യൂസുകൾ മാത്രമാണ്. കൂടാതെ ഇറാനില് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സ്റ്റാഫിൽപ്പെട്ട 12 പേരെ, ഇറാനിലുണ്ടായിരുന്നവരെ അവർ ഇറാനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർ ഇറാനിൽ നിന്ന് ലാൻഡ് മാർഗം അർമേനിയയിലേക്ക് ബോർഡർ ക്രോസ് ചെയ്ത് അവിടുന്ന് വിയനയിലേക്ക് പറന്നു എന്നാണ് ന്യൂസുകൾ വരുന്നത്. ഇനിയും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സ്റ്റാഫ് ഇറാനിൽ നിലവിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവര് ഇറാൻ കടുംപിടുത്തത്തിൽ നിന്ന് മാറി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ പരിശോധനയ്ക്ക് അനുവദിക്കും എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഇപ്പോഴും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുലർത്തുന്നത്. ഇതിനോട് ഒരു അമേരിക്ക വാൺ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ള കടുംപിടുത്തത്തിൽ നിന്ന് ഇറാൻ ഉടൻ പിന്നോട്ട് പോകണം, അവരെ പരിശോധനയ്ക്ക് അനുവദിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. അമേരിക്ക അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്.